ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിക്കറ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാനായിട്ട് അഫോർഡബിൾ പ്രൈസിലുള്ള കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മുടെ ആമസോണിൽ വന്നിട്ട് ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം 50-80% ഓഫ് കിട്ടുന്നതാണ് നമ്മുടെ ബ്യൂട്ടി ഫാഷൻ പ്രൊഡക്റ്റിന് വന്നിട്ട്. അതുപോലെ തന്നെ 1500 പരം ബ്രാൻഡ്സിന് വന്നിട്ട് നമുക്ക് ഡെലിവറി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി പോസിബിൾ ആവുന്നതാണ്. എല്ലാ ഡീറ്റെയിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ആഡ് ചെയ്തേക്കാം. അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യത്തെ തന്നെ നമ്മളുടെ കാജലാണ്. LA18 കാജലാണ് കേട്ടോ. ഒരു 90 ബിലോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു 89 ആ ഒരു റേഞ്ചൊക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സ്വതവേ നല്ലൊരു ഡീലായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഇത് സ്മഡ്ജ് പ്രൂഫ് ഒന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്മഡ്ജ് പ്രൂഫ് ഒന്നല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സ്മഡ്ജ് പ്രൂഫായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ജെറ്റ് ഡാർക്കാണ് കേട്ടോ. അത് അപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് നല്ല ഡാർക്കായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തേതെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രൈസിന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് തന്നെയുള്ളൊരു കാജലാണ്. അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് ഐലൈനർ ആണ്. കാജലും ഐലൈനറും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐലൈനർ ആണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അപ്ലിക്കേറ്ററൊക്കെ വരുന്നത് ഇതാ ആണോ, നല്ല ഷാർപ്പായിട്ടുള്ള അപ്ലിക്കേറ്ററാണ്. അപ്ലൈ ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കാണാനായിട്ട് നല്ലൊരു റോയൽ ലുക്കൊക്കെ ഉള്ളതാണ്. നല്ലതാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഐലൈനറാണ്. ഞാൻ അധികം യൂസ് ചെയ്തത് മെയ്ബിലിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും അത്യാവശ്യം നല്ലതാണ്. പക്ഷെ പ്രൈസും നല്ല കുറവാണ് കേട്ടോ. ഇനിയുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കൺസീലറാണ്. കൺസീലർ എല്ലാവരും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ എന്നെ കണ്ടോ, നല്ല ഡാർക്ക് സർക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ 02 ആണ് എടുത്തത്. ഇത് വേറെ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചേരുന്ന ഷെയ്ഡ് നോക്കിയിട്ട് എടുക്കുക. ചെറിയ വിലയേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഡെയിലി യൂസിനൊന്നും നമുക്ക് ആവശ്യമില്ല, വല്ലപ്പോഴും മതി. ഇനി നല്ലൊരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പെൻ സ്റ്റിക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിനൊരു ക്യാപ്പ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടാണ്. ഇതാ ഈ ഒരു ടൈപ്പാണ് വരുന്നത്. ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും യൂസ് ചെയ്യില്ല, കാരണം നമ്മൾ ഡെയിലി പുറത്തേക്ക് പോകുമ്പോൾ ആരും ആരും ഞാൻ പറയുന്നില്ല, ഞാൻ ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളൊന്നല്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യൽ. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അടുത്ത ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതിനും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു അത്യാവശ്യം കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. സ്റ്റിക്ക് ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ബ്ലെൻഡ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുള്ളതാണ്. നല്ല മണമാണ് കേട്ടോ. ഇതിന് ഒരു ലൈറ്റായിട്ടുള്ളൊരു മണമാണ്. പിന്നെ ഉള്ളത് ഞാൻ എടുത്തതിൽ കുറച്ച് കോസ്റ്റ്ലിയർ ആയിട്ടുള്ളത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കാം. ഇതിനിടയിൽ ഞാനൊരു ബ്ലഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് പിന്നെ ബ്ലഷായിട്ട് മാത്രമേ നമുക്ക് ഐ ഷാഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം ഇതിൻ്റെ പിങ്ക് വെറൈറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഐ ഷാഡോ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതും ഞാനിങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ്. ഇത് കുറച്ച് വിലയുടേതാണ്, മെബിലിൻ്റെതാണ്. ഷെയ്ഡ് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ അത്യാവശ്യം കണ്ടോ പിഗ്മെൻറ്റഡ് ആണ് എൻ്റെ ലിപ്പ് വന്നിട്ട്. അപ്പോൾ ലിപ്പിൽ യൂസ് ചെയ്യുമ്പോൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളൊന്നല്ല. അല്ലപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ്. ലിപ്പ് ലൈനർ ഇട്ടിട്ടാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ നല്ല ഭംഗിയാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. പിന്നെ മെബിലിൻ്റെതായതുകൊണ്ട് നമുക്ക് പറയാം അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണല്ലോ. പിന്നെ ഇതിൻ്റെയും ഷെയ്ഡ് ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾക്ക് നോക്കി ചൂസ് ചെയ്യാം. ഇനി ഇത്രയും പ്രൊഡക്റ്റ്, അതായത് അഫോർഡബിൾ ആയിട്ടുള്ളതിൽ ഇതിൽ മാത്രമാണ് 400 സംതിങ് റേറ്റ് വരുന്നത്. പിന്നെ ഒന്ന് വാങ്ങിച്ചാൽ തന്നെ ഒരുപാട് നാളത്തേക്കായി കേട്ടോ.
പിന്നെ ലിപ്സ്റ്റിക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് എത്തണമെന്നില്ല, പക്ഷെ എന്നെ പോലെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് നാളെത്തും. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ, ടേക്ക് കെയർ.